അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൽമുൽ ഫറാഇൽ മഹല്ലി ക്ലാസ് 37. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ ഇൻ കാന ഫർളാനി മുഖ്തലിഫാൽ മഖ്റജി ഫഇൻ തദാഖല മഖ്റജാഹുമാ ഫഅസ്ലുൽ മസ്അലതി അക്സറുഹുമാ. ഇനി രണ്ട് ഫർളുകൾ തമ്മിൽ മഖ്റജ് മുഖ്തലിഫ് ആണെങ്കിൽ അവിടെ അസ്ലു മസ്അല എങ്ങനെയാണ് കാണുക, അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിന്റെ മുമ്പ് ഏത് രണ്ട് സംഖ്യകൾ തമ്മിലും നാലിലൊരു ബന്ധമുണ്ടാകും. ഏതൊക്കെയാണ് നാല് ബന്ധം? തമാസുല്, തദാഖുല്, തവാഫുഖ്, തബായുന്. ഈ നാലിലൊരു ബന്ധം ഏത് രണ്ട് സംഖ്യകൾ തമ്മിലുണ്ടാവും? തമാസുല് എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ രണ്ട് സംഖ്യകൾ, രണ്ട് സംഖ്യ ഉണ്ട്, രണ്ടും ഒരുപോലത്തതാണെങ്കിൽ അതിന് തമാസുല് എന്ന് പറയും. തമാസുലാകുന്ന സമയത്ത് എങ്ങനെയാണ് അസ്ലു മസ്അല എടുക്കുക എന്ന് നമുക്ക് പറയാം. പിന്നെ രണ്ടാമത്തത് തദാഖുല്. തദാഖുല് എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ, അതിൽ ചെറുത് വലുതിനെ ശിഷ്ടമില്ലാതെ ഹരിച്ചു തീർക്കുന്നുണ്ട്. ചെറുത് വലുതിനെ ശിഷ്ടമില്ലാതെ ഹരിച്ചു തീർക്കുന്നു, അതിനാണ് തദാഖുല് എന്ന് പറയുക. ഉദാഹരണം 2, 4. 2, 4 രണ്ടും നാലും തമ്മിലുള്ള ബന്ധം തദാഖുലാണ്. 4നെ ശിഷ്ടമില്ലാതെ 2 കൊണ്ട് ഹരിച്ചു തീർക്കാൻ കഴിയുന്നു. ഇനി തവാഫുഖ്. തവാഫുഖ് എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യ, ആ രണ്ട് സംഖ്യയെയും പരസ്പരം ശിഷ്ടമില്ലാതെ ഹരിച്ചു തീർക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് മൂന്നാമത് മറ്റൊരു സംഖ്യ കൊണ്ട് ഇവ രണ്ടിനെയും ഹരിച്ചു തീർക്കാൻ കഴിയുന്നു. ഉദാഹരണം 4, 6. 6നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്നു. അപ്പൊ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയില്ല. എന്നാൽ ഇവ രണ്ടിനെയും ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന മറ്റൊരു സംഖ്യയാണ് 2. അപ്പൊ 2 കൊണ്ട് 4നെ ഹരിച്ചു, ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയും. 6നെ ഹരിച്ചു, അവിടെയും ശിഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അതിന് തവാഫുഖ് എന്ന് പറയും. തദാഖുല് എന്ന് പറഞ്ഞാൽ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയാതിരിക്കുക. ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയില്ല, അങ്ങനത്തെ സംഖ്യക്കാണ് തബായുന് എന്ന് പറയും. 3, 4. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അസ്ലു മസ്അല എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം തമാസുലായാൽ 2ൽ 1 കൊണ്ട് മതിയാക്കുക. ഉദാഹരണം നിസ്ഫ്. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഒരു സ്ത്രീ മരണപ്പെട്ടു, അവൾക്ക് ഭർത്താവുണ്ട്, ഉപ്പയും ഉമ്മയും ഒത്ത ഒരു സഹോദരിയുണ്ട്. ഉപ്പയും ഉമ്മയും ഒത്ത ഒരു സഹോദരിയുണ്ട്, ഭർത്താവുണ്ട്. എങ്കിൽ ഭർത്താവിന് നിസ്ഫ് കൊടുക്കണം, ഉപ്പയും ഉമ്മയും ഒത്തതായ സഹോദരിക്ക് നിസ്ഫ് കൊടുക്കണം. രണ്ടാൾക്കും നിസ്ഫാണ്. നിസ്ഫിന്റെ മഖ്റജ് 2 ആണ്. അപ്പൊ രണ്ടിന്റെയും മഖ്റജ് എത്രയാണ്? 2 ആണ്. ആ രണ്ടും തമ്മിലുള്ള ബന്ധം തമാസുലാണ്. അപ്പൊ എന്ത് ചെയ്യണം? 1 കൊണ്ട് മതിയാക്കുക. അപ്പൊ അസ്ലു മസ്അല 2 എടുക്കുക, അതിന്റെ ഒരു ഭാഗം സൗജിന് കൊടുക്കുക, ഒരു ഭാഗം ഉഖ്തുൽ അബവൈനിക്കും കൊടുക്കുക. ഇനി രണ്ടാമത്തത് തദാഖുലാണ്. രണ്ട് സംഖ്യകൾ തമ്മിൽ തദാഖുലാണെങ്കിൽ വലുതുകൊണ്ട് മതിയാക്കുക. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ വരും. വലുതുകൊണ്ട് മതിയാക്കുക. ഉദാഹരണം 3ഉം 6ഉം ആണെങ്കിൽ അവിടെ അസ്ലു മസ്അല 6 എടുക്കാം. ഇനി രണ്ട് സംഖ്യകൾ തമ്മിൽ തവാഫുഖ് ആണെങ്കിൽ ഒന്നിന്റെ വിഫ്ക് കൊണ്ട് മറ്റേതിനെ ഗുണിക്കുക. ഉദാഹരണം 6ഉം 8ഉം ആണെങ്കിൽ 6ന്റെ പകുതി 3, 3 × 8 24. അല്ലെങ്കിൽ 8ന്റെ പകുതി 4, 4 × 6 24. അങ്ങനെയാണ് അസ്ലു മസ്അല എടുക്കുക. ഇനി രണ്ട് സംഖ്യകൾ തമ്മിൽ തദാഖുലാണെങ്കിൽ അസ്ലു മസ്അല കാണാൻ പരസ്പരം ഗുണിക്കുക. 3ഉം 4ഉം തമ്മിൽ തദാഖുലാണ്. അപ്പൊ 3 × 4 12. അതാണ് അസ്ലു മസ്അല. അപ്പൊ ഇവിടെ തമാസുല്, തദാഖുല്, തവാഫുഖ്, തബായുന്, ഈ 4 രൂപത്തിലും അസ്ലു മസ്അല എടുക്കേണ്ടത് തമാസുലാണെങ്കിൽ 1 കൊണ്ട് മതിയാക്കുകയും, തദാഖുലാണെങ്കിൽ വലുതുകൊണ്ട് മതിയാക്കുകയും, തബായുനാണെങ്കിൽ 2ഉം തമ്മിൽ ഗുണിക്കുകയും, തവാഫുഖ് ആണെങ്കിൽ 1ന്റെ വിഫ്ക് കൊണ്ട് മറ്റേതിൽ ഗുണിക്കുക. അഥവാ 6ഉം 8ഉം ആണെങ്കിൽ 8ന്റെ പകുതി എടുക്കുക, 4, 4 × 6. അല്ലെങ്കിൽ 6ന്റെ പകുതി 3, 3 × 8. ഇങ്ങനെയാണ് അസ്ലു മസ്അല കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഉദാഹരണ സഹിതം ക്ലാസ്സിൽ പറയാം. വ ഇൻ കാന ഫർളാനി. ഇനി രണ്ട് ഫർളായാൽ മുഖ്തലിഫാൽ മഖ്റജ് മുഖ്തലിഫായാൽ
രണ്ട് ഫർളുണ്ട്, ഫർളിന്റെ മഖ്റജ് മുഖ്തലിഫായി എങ്കിൽ എന്ത് ചെയ്യണം? അതാ പറയുന്നത് ഫൈൻ തദാഹല മഖ്റജാഹുമ, രണ്ടിന്റെയും മഖ്റജ് തദാഹുലായാൽ ഫഅസ്ലുൽ മസ്അല, തദാഹുലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഫൈൻ തദാഹല, തദാഹുലായാൽ മഖ്റജാഹുമ, രണ്ട് ഫർളിന്റെയും മഖ്റജ് തദാഹുലായാൽ ഫഅസ്ലുൽ മസ്അലത്തി, അപ്പോൾ അസ്ലു മസ്അല അക്സറുഹുമ, രണ്ടിൽ നിന്ന് അക്സറാണ്. രണ്ടിൽ നിന്ന് ഏതാണ് അധികരിച്ചത് അതാണ് അസ്ലു മസ്അല. ഉദാഹരണം നോക്കാം. കസുദുസിൻ വസുലുസിൻ, സുദുസ് 6/1, വസുലുസിൻ 3/1, ഫി മസ്അലത്തി ഉമ്മിൻ വ വലദൈ ഉമ്മിൻ വ അഖിൻ ലി അബിൻ. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഉമ്മയുണ്ട്, അതേ പ്രകാരം തന്നെ ഉമ്മൊത്തതായ 2 മക്കളുണ്ട്, വാപ്പൊത്തതായ ഒരു സഹോദരനുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവിടെ ഓഹരി ചെയ്യേണ്ടത്? ഉമ്മക്ക് സുദുസ് ലഭിക്കും, വലദൈ ഉമ്മിന് സുലുസുൻ ലഭിക്കും. അഹുല്ലി അബുവിന്റെ അസബയാണല്ലോ. അപ്പൊ അസ്ലു മസ്അല എടുക്കേണ്ടത് 6ഉം 3ഉം. 6ഉം 3ഉം തമ്മിലുള്ള ബന്ധം തദാഹുലാണ്. അപ്പൊ വലുത് കൊണ്ട് മതിയാക്കുക. അപ്പൊ ഇവിടെ അസ്ലു മസ്അല എത്രയാണ്ടാകുക? ഫഹിയ മിൻ സിത്തത്തിൻ, അത് 6ൽ നിന്നാണ് മസ്അല. സുദുസും സുലുസും വന്ന് അപ്പൊ 6ൽ നിന്നാണ് മസ്അല. അസ്ലു മസ്അല 6. അതിന്റെ 6/1 ആർക്ക് കൊടുത്തു? ഉമ്മക്ക് കൊടുത്തു. അപ്പൊ 1 ഉമ്മക്ക് കൊടുത്തു. പിന്നെ അതിന്റെ സുലുസ് വലദൈ ഉമ്മിനും കൊടുത്തു. ബാക്കിയുള്ളത് വാപ്പൊത്തതായ സഹോദരനും കൊടുത്തു. ഇനി വൈൻ തവാഫക, 2 മസ്അലകൾ, 2 ഫർള്, ആ 2 ഫർള് മഖ്റജ് മുഖ്തലിഫായാൽ അതിന്റെ ഒരു രൂപമാണ് വൈൻ തദാഹല. ഇനി വൈൻ തവാഫക, രണ്ടും തവാഫുക്കായാൽ എന്ത് ചെയ്യണം? 2/1 വിഫ്കിനെ മറ്റേതിൽ ഗുണിക്കണം. 2/1 വിഫ്കിനെ മറ്റേതിൽ ഗുണിക്കണം. വൽ ഹാസിലു, അങ്ങനെ കിട്ടുന്നതായ ഹാസില് അസ്ലുൽ മസ്അലത്തി, അതാണ് അസ്ലു മസ്അല. ഏതുപോലെ? കസുദുസിൻ വസുമുനിൻ, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് സുദുസ് ലഭിക്കുന്നവരുണ്ട്, സുമുന് ലഭിക്കുന്നവരുണ്ട്. സുദുസ് സുമുന്. അപ്പൊ സുദുസിന്റെ മഖ്റജ് 6ആണ്, സുമുനിന്റെ മഖ്റജ് 8ഉമാണ്. 6ഉം 8ഉം തമ്മിലുള്ള ബന്ധം തവാഫുക്കാണ്. എത്ര കൊണ്ട് തവാഫുക്കാണ്? 2 കൊണ്ട്, അഥവാ നിസ്ഫ് കൊണ്ട് തവാഫുക്ക, അഥവാ 2 കൊണ്ട് 6നെയും ഹരിക്കാം, 2 കൊണ്ട് 8നെയും ഹരിക്കാം, ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നിസ്ഫ് കൊണ്ടാണ് തവാഫുക്ക്. അപ്പൊ എന്ത് ചെയ്യണം? 6ന്റെ പകുതിയായ 3 കൊണ്ട് 8ൽ ഗുണിക്കുക, അല്ലെങ്കിൽ 8ന്റെ പകുതിയായ 4 കൊണ്ട് 6ൽ ഗുണിക്കുക. അപ്പൊ 24 കിട്ടും. അതായിരിക്കും അസ്ലു മസ്അല. നോക്കുക. സുദുസിൻ വസുമുനിൻ ഫി മസ്അലത്തി ഉമ്മിൻ വ സൗജത്തിൻ വബിനിൻ, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്. അപ്പൊ ഉമ്മക്ക് എത്ര ലഭിക്കും? ഉമ്മക്ക് സുദുസ് ലഭിക്കും. ഭാര്യക്ക് സുമുന് ലഭിക്കും. മക്കളുണ്ടല്ലോ, മകനുണ്ടല്ലോ, അതുകൊണ്ട് സുമുന് ലഭിക്കും. ബാക്കിയുള്ളത് മകനും. അപ്പോ ഉമ്മ സുദുസിന്റെ ആളാണ്, ഭാര്യ സുമുനിന്റെ ആളുമാണ്. സുമുനിന്റെ മഖ്റജ് 8ആണ്, സുദുസിന്റെ മഖ്റജ് 6ഉമാണ്. 6ഉം 8ഉം തമ്മിലുള്ള ബന്ധം തവാഫുക്കാണ്. അപ്പൊ അസ്ലു മസ്അല 24. അത് എവിടുന്ന് കിട്ടിയതാണ്? ഹാസിലത്തും മിൻ ലർബി വഫ്കി അഹദിൽ മഖ്റജൈനി, രണ്ടാലൊരു മഖ്റജിന്റെ വഫ്കിനെ ലർബ് ചെയ്യാം. വഹുവ, അതേതാണ്? നിസ്ഫു സിത്തത്തി, 6ന്റെ പകുതി, അവി സമാനിയത്തി, അല്ലെങ്കിൽ 8ന്റെ പകുതി. എവിടെ? ഫിൽ ആഖരി, മറ്റേതില്. അപ്പൊ 6ന്റെ പകുതി 3നെ 8ൽ ഗുണിക്കുക, 3നെ 8ൽ ഗുണിക്കുക, അല്ലെങ്കിൽ 8ന്റെ പകുതി 4നെ 6ൽ ഗുണിക്കുക. അപ്പൊ 4 6 24, അല്ലെ 3 8 24. ആ 24 അസ്ലു മസ്അല. 24 അസ്ലു മസ്അല. അതിന്റെ സുദുസ് ആർക്ക് കൊടുക്കണം? ഉമ്മക്ക് കൊടുക്കണം. സുദുസ് എത്ര ഉണ്ടാവും? 4. 24ന്റെ സുദുസ് 6/1 4 ഉമ്മക്ക് കൊടുത്തു. 24ന്റെ സുമുന് 3, അതാർക്കും കൊടുത്തു? സൗജത്തിനും കൊടുത്തു. ബാക്കിയുള്ളത് മുഴുവനും ആർക്കാണ്? മകനാണ്. ഇനി വഇൻ തബായന, ഇനി 2 സംഖ്യകൾ തമ്മിൽ തബായുനായി. 2 സംഖ്യകൾ തമ്മിൽ തബായുനായാൽ അവിടെ അസ്ലു മസ്അല കാണുന്ന രൂപവും നമ്മൾ പറഞ്ഞു. വഇൻ തബായന, 2ഉം തബായുനായാൽ ലർബ് കുല്ലും മിൻഹുമ, 2ൽ നിന്നുള്ള എല്ലാ ഓരോന്നിനെയും ഗുണിക്കണം. ഫി കുല്ലിൻ, എല്ലാറ്റിലും. അതായത് ഒന്നിനെ മറ്റേതിൽ ഗുണിക്കണം. വൽ ഹാസിലു, അപ്പം കിട്ടുന്നത് അൽ അസ്ലു, അതാണ് അസ്ലു മസ്അല.
അപ്പൊ കരസ്ഥമാകുന്നതാണ് അസ്ലു മസ്അല. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, രണ്ട് സംഖ്യകൾ തമ്മിൽ തദാഹുലായാൽ പരസ്പരം ഗുണിക്കണം. 4 3 തമ്മിൽ തബായുനാണ്. തബായുനാവുമ്പോൾ 4 × 3 12. അതാണ് അസ്ലു മസ്അല. സുലുസിൻ വ റുബൈൻ, സുലുസ് റുബ്, സുലുസ് ലഭിക്കുന്നവരുണ്ട്, റുബ് ലഭിക്കുന്നവരുണ്ട്. എവിടെ? ഫി മസ്അലത്തി ഉമ്മിൻ വ സൗജത്തിൻ വ അഖിൻ ലി അബവൈനി വ അഖിൻ ലി അബിൻ. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, അഹുൽ ലി അബുണ്ട്. അപ്പൊ ഉമ്മക്ക് എത്ര കൊടുക്കണം? ഉമ്മക്ക് സുലുസ് കൊടുക്കണം, ഭാര്യക്ക് റുബുഅ് കൊടുക്കണം. കാരണം മക്കളില്ലാത്തത് കൊണ്ട് ഭാര്യക്ക് എത്ര ഉണ്ടാവും? റുബുഅ് ഉണ്ടാവും. അതേ പ്രകാരം തന്നെ മക്കളും ഇല്ല, ഇഖ്വത്ത് അഖവാത്തിൽ നിന്ന് അദദില്ല, അതായത് 2ഓ അതിലധികമോ ഇല്ലാത്തത് കൊണ്ട് ഉമ്മക്ക് സുലുസ് ഉണ്ടാവും. അപ്പൊ ഉമ്മക്ക് സുലുസ്, സൗജത്തിന് റുബുഅ്, അഖിൽ ലി അബിൻ. അഖുൽ ലി അബ് ആരാണ്? അസബയാണ്. അപ്പൊ ഇവിടെ അസ്ലു മസ്അല എത്രയാണ്? സുലുസിന്റെ മഖ്റജ് 3, റുബൈന്റെ മഖ്റജ് 4. 4ഉം 3ഉം തമ്മിലുള്ള ബന്ധം തബായുനാണ്. തബായുനാവുമ്പോൾ പരസ്പരം ഗുണിക്കണം. അൽ അസ്ലു, ഇവിടെ അസ്ലു മസ്അല 12 ആണ്. ഹാസിലത്തിന് ആ 12 എവിടുന്ന് കിട്ടിയതാണ്? മിൻ ദർബി സലാസത്തിൻ ഫി അർബഅത്തിൻ, 4ൽ 3നെ ഗുണിച്ചേരം. 3 × 4 എത്രയാ? 12. ആ 12 ആണ് ഇവിടെ അസ്ലു മസ്അല. 12ന്റെ റുബുഅ് 3 ആർക്ക് കൊടുക്കണം? സൗജത്തിന് കൊടുക്കണം. 12ന്റെ സുലുസ് 4 അതാർക്ക് കൊടുക്കണോ? ഉമ്മക്ക് കൊടുക്കണം. പിന്നെ 12ന്റെ ബാക്കിയുള്ളതില്ലേ, സുലുസ് ഉമ്മക്ക് കൊടുത്തു, റുബുഅ് സൗജത്തിനും കൊടുത്തു. അപ്പൊ 4 3 7, ബാക്കി 5 ഉണ്ടാവും. അതാർക്കാണ്? അസബയായിട്ട് അഖുൽ ലി അബിന് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അസ്ലു മസ്അല കാണേണ്ട രൂപം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. 2 സംഖ്യകൾ തമ്മിൽ തമാസുലാണെങ്കിൽ 1 കൊണ്ട് മതിയാക്കുകയും, തദാഹുലാണെങ്കിൽ വലുതുകൊണ്ട് മതിയാക്കുകയും, തവാഫുക്കാണെങ്കിൽ 1ന്റെ വിഫ്ക് കൊണ്ട് മറ്റേതിൽ എന്താക്കണം? ഗുണിക്കുകയും, അതേ പ്രകാരം തദാഹുലാണെങ്കിൽ പരസ്പരം ഗുണിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് അസ്ലു മസ്അല കാണുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.